SFIയുടെ വിപ്ലവ വീര്യം തിരിച്ചറിയുന്നു. പിന്നീട് അങ്ങോട്ട് JNUവിൻ്റെ പ്രസിഡന്റായി, SFIയുടെ ദേശീയ അധ്യക്ഷനായി, പിന്നീട് നേരെ CPMൻ്റെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്തുന്നു. JNU എന്ന ക്യാമ്പസ് അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു സഖാവ് സീതാറാം യെച്ചൂരിക്ക്. ആ ക്യാമ്പസിൽ പലപ്പോഴും അദ്ദേഹം വന്ന് നടത്തിയ രാത്രി സായാഹ്ന ചർച്ചകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. VS എങ്ങനെയാണ് ക്യാമ്പസ് തങ്ങളുടെ പ്രിയപ്പെട്ട സഖാവിന് വിട നൽകിയത്? ഡോക്ടർ സീതാറാം യെച്ചൂരിക്ക് കിട്ടിയതിൽ ഏറ്റവും ഹൃദയവായ്പുള്ള, ഏറ്റവും വൈകാരികമായൊരു യാത്രയപ്പാണ് JNUവിൽ കിട്ടിയത്. കാരണം JNUവിലാണ് ഈ സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന വിപ്ലവ നക്ഷത്രം ഉദിച്ചുയർന്ന ചക്രവാളമുള്ളത്. കാരണം അവിടെ വെച്ചാണ് SFIയിലേക്ക് അദ്ദേഹം എത്തുന്നത്. SFIയുടെ യൂണിറ്റ് പ്രസിഡന്റായി അദ്ദേഹം JNUവിൻ്റെ പ്രസിഡന്റായി 3 തവണ തിരഞ്ഞെടുക്കപ്പെട്ടു. അവിടെ നിന്നാണ് SFIയുടെ ദേശീയ നേതൃത്വത്തിലേക്ക് അദ്ദേഹം എത്തുന്നത്. അവിടെ നിന്നാണ് അദ്ദേഹം CPMലേക്ക് എത്തുന്നത്. അവിടെ നിന്നാണ് അദ്ദേഹം പാർട്ടിയുടെയും രാജ്യത്തിൻ്റെയും ഒക്കെ നേതാവായി വളരുന്നത്. അവിടെ നിന്ന് സാമ്പത്തിക ശാസ്ത്രം പഠിച്ച് അവിടെ നിന്ന് രാഷ്ട്രതന്ത്രജ്ഞനായി വളർന്ന അദ്ദേഹത്തിൻ്റെ കഴിവ് ഈ സാമ്പത്തിക ശാസ്ത്രത്തിലും രാഷ്ട്രതന്ത്രത്തിലുമൊക്കെ ഒരുപോലെ പ്രകടമായിരുന്നു. ആ ഒരു ക്യാമ്പസിന് സീതാറാം യെച്ചൂരിയോടുള്ള എല്ലാ ഹൃദയവായ്പും ഇന്നവിടെ പ്രകടമായിരുന്നു. സീതാറാം കാ ക്യാമ്പസ്, സീതാറാം കാ JNU എന്നാണ് ഇന്നവിടെ മുദ്രാവാക്യം മുഴക്കിയത്. അവിടെ കൂടിയിരുന്ന സഖാക്കൾ, അവിടെ കൂടിയിരുന്ന കുട്ടികൾ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന സഹപ്രവർത്തകർ എല്ലാവരും ഉണ്ടായിരുന്നു. ജോൺ ബ്രിട്ടാസ്, പ്രകാശ് കാരാട്ട്, വൃന്ദ കാരാട്ട് തുടങ്ങിയ നേതാക്കന്മാരുണ്ടായിരുന്നു. AA റഹീം ഉണ്ടായിരുന്നു. അങ്ങനെ നേതാക്കന്മാരും വിദ്യാർത്ഥികളും അടക്കം അവിടുത്തെ ഈ യൂണിയൻ ഓഫീസിൽ വെച്ച്, യൂണിയൻ ഹാളിൽ വെച്ച് വലിയ വികാരവായ്പോടുകൂടി മുദ്രാവാക്യം വിളികളോടെ വിപ്ലവ ഒരു വീര്യമുണർത്തുന്ന വിധത്തിൽ ആവേശോജ്വലമായൊരു യാത്രയപ്പ് അദ്ദേഹത്തിന് നടത്തി. അത്രമേൽ ഒരു പ്രിയപ്പെട്ട ക്യാമ്പസാണ് JNU എന്ന് പറയുന്നത്. സീതാറാം യെച്ചൂരിയെ സംബന്ധിച്ചിടത്തോളം അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി രാജ്യത്തെ വിറപ്പിച്ചപ്പോൾ ഇന്ദിരാഗാന്ധിയെപ്പോലും വിറപ്പിക്കുന്ന സമരവീര്യം കാണിച്ച, ഇന്ദിരാഗാന്ധിക്ക് മുമ്പിൽ വൈസ് ചാൻസലർ പദവി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പോരാട്ടവീര്യവുമായി ഇന്ദിരാഗാന്ധിയുടെ മുമ്പിലേക്ക്, അവരുടെ വസതിയുടെ മുമ്പിലേക്ക് സമരവുമായി ചെല്ലാൻ കാണിച്ച വിപ്ലവ വീര്യം, അതൊക്കെ ഈ JNUവുമായി ചേർത്ത് വായിക്കേണ്ടതാണ്. JNUവിൽ വെച്ചാണ് അദ്ദേഹം രാഷ്ട്രീയം പഠിക്കുന്നത്. JNUവിൽ വെച്ചാണ് അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രം പഠിക്കുന്നത്. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ പ്രകടമായിരുന്നു. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് എന്ന് പറയുന്ന ഒരു ലേഖനത്തിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമുണ്ട്. അതൊരു രാഷ്ട്രീയക്കാരനായ സാമ്പത്തിക ശാസ്ത്രത്തിന് മാത്രം പറ്റുന്ന ഒന്നാണ്. ഷൈനിങ് ആൻഡ് സഫറിങ് ഇന്ത്യ എന്നൊരു പ്രയോഗം അദ്ദേഹം നടത്തുകയാണ്. അതായത് 25% ശതകോടീശ്വരന്മാരും 75% ദാരിദ്ര്യരേഖയ്ക്ക് താഴെയും ഉള്ള ആളുകൾ താമസിക്കുന്ന ഇന്ത്യയെ അങ്ങനൊരു വാക്കുകൊണ്ട് മറ്റൊരു രാഷ്ട്രീയ നേതാവും വിശേഷിപ്പിച്ചിട്ടില്ല. അങ്ങനെ വിശേഷിപ്പിക്കാൻ, ഷൈനിങ് ആൻഡ് സഫറിങ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കണമെങ്കിൽ JNUവിൽ നിന്ന് പഠിച്ച അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രവും JNUവിൽ നിന്ന് പഠിച്ച അദ്ദേഹത്തിൻ്റെ രാഷ്ട്രതന്ത്രജ്ഞതയും ഒരുമിച്ച് ചേരണം. അപ്പോൾ അദ്ദേഹത്തിനൊരു TV ഇൻ്റർവ്യൂ ചോദിക്കുന്നുണ്ട്, ഈ രാജ്യത്തെക്കുറിച്ച് താങ്കൾക്ക് എന്ത് സ്വപ്നമാണുള്ളത്? രാജ്യത്തെക്കുറിച്ച് എനിക്ക് സ്വപ്നമല്ല, ഈ രാജ്യത്തെക്കുറിച്ച് എനിക്ക് ചില കാഴ്ചപ്പാടുകളാണുള്ളത്. സ്വപ്നം എന്ന് പറയുന്നത് ഈ കാഴ്ചപ്പാടുകളിൽ നിന്ന്, ലക്ഷ്യങ്ങളിൽ നിന്നുള്ള ഒഴിച്ചോട്ടമാണ്. സ്വപ്നങ്ങൾ കാണാനുള്ളതല്ല, ഒരു കാഴ്ചപ്പാടാണ് എനിക്ക് ഈ രാജ്യത്തേക്കുള്ളത് എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രതന്ത്രജ്ഞതയും ഈ കാഴ്ചപ്പാടുമൊക്കെ വളർത്തിയെടുത്തൊരു ക്യാമ്പസാണ് JNU. ആ ക്യാമ്പസിൽ ഇന്ന് ഏറ്റവും വികാരവായ്പോടുകൂടി ഈ റെഡ് സല്യൂട്ട് നൽകിക്കൊണ്ട് അദ്ദേഹത്തിന് ഹൃദയവായ്പോടുകൂടി, കണ്ണീരോടുകൂടി യാത്ര അയക്കുന്ന കാഴ്ചയാണ് ഇന്ന് JNUവിൽ കണ്ടത്. എനിക്ക് തോന്നുന്നു നാളെ AKG സെൻറ്ററിലൊക്കെ അദ്ദേഹത്തിന് ആദരാഞ്ജലി ഉണ്ടായിരിക്കും. അവിടെയൊക്കെ ആളുകൾ ആദരാഞ്ജലി അർപ്പിക്കാനെത്തും. ഒരുപക്ഷെ പ്രധാനമന്ത്രിയോളം പോകുന്ന ആളുകൾ അവിടേക്ക് എത്തിച്ചേരും. അതിനേക്കാളൊക്കെ ഉപരിയാണ് അവിടെ ഈ JNU ക്യാമ്പസിൽ സീതാറാം യെച്ചൂരിക്ക് കിട്ടിയ യാത്രയയപ്പ് എന്ന് പറയേണ്ടി വരും. അത് നേരിട്ട് കണ്ട്, നേരിട്ട് അനുഭവിച്ചതിൻ്റെ ഒരു വികാരവായ്പ്, അല്ലെങ്കിൽ ആ വികാരത്തള്ളിച്ച ഇപ്പോഴും എനിക്ക് മാറിയിട്ടില്ല. അത്രത്തോളം വലിയ ഒരു യാത്രയപ്പാണ് JNU ക്യാമ്പസിൽ ഉണ്ടായിട്ടുള്ളത്. JNU ക്യാമ്പസ് ഇനിയും ഒരുപാട് നേതാക്കന്മാരെ സംഭാവന ചെയ്തിട്ടുള്ള ക്യാമ്പസാണ് JNU. അതിലേറ്റവും പ്രമുഖനായി സീതാറാം യെച്ചൂരി ഇനിയും അറിയപ്പെടും എന്ന് തന്നെയാണ് ആ ക്യാമ്പസിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും. ശരിയാണ് VS രഞ്ജിത്ത്. ആ ക്യാമ്പസാണ് ഒരുപക്ഷെ അക്കാദമികമായി ഉന്നതങ്ങളിലേക്ക് പോകുമായിരുന്ന നേതാവിനെ രാഷ്ട്രീയ പന്ഥാവിലേക്ക് വഴിതിരിച്ചു വിട്ടത്. ആ ക്യാമ്പസിൽ വെച്ചാണ് താൻ പഠിച്ച മാർക്സിയൻ സാമ്പത്തിക ശാസ്ത്രം പ്രയോഗവൽക്കരിക്കാനുള്ളൊരു സിദ്ധാന്തമാണെന്നും അതിനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പരുവപ്പെടുത്തുക തൻ്റെ ഉദ്യമമാണെന്നും തിരിച്ചറിഞ്ഞ് ഗവേഷണം പാതി വഴിയിൽ അവസാനിപ്പിച്ച് അദ്ദേഹം രാഷ്ട്രീയ പാതയിലേക്കും വിപ്ലവ കനലിലേക്കും ഇറങ്ങിയത്. അങ്ങനെ വിപ്ലവ ജ്വാലയായി മാറുകയായിരുന്നു സീതാറാം യെച്ചൂരി.